ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പരമാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രോപൊലിത്തയുടെ ഖബറടക്കം അല്പസമയത്തിനകം നടക്കും. ഔദ്യോഗിക ബഹുമതികൾ നൽകിക്കഴിഞ്ഞു. പള്ളിയിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങൾ നൽകാൻ സുജു ടി ബാബു ചേരുന്നു. സുജു, അവസാനഘട്ട ശുശ്രൂഷ ചടങ്ങുകളിലേക്ക് കടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്കാരം 1 മണിയോടെ പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായിട്ടും മഞ്ജുള, നിലവിലെ സമയക്രമം പ്രകാരം ഒരു പക്ഷേ 1:30 കൂടിയായിരിക്കും ഖബറടക്ക പൂർത്തിയാക്കുക. 11-ന് തന്നെ സാമുവൽ മാർ തിയോഫിലിസിന്റെ നേതൃത്വത്തിൽ ഖബറടക്ക ശുശ്രൂഷ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വിവിധ ഭാഷകളായുള്ള ശുശ്രൂഷ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമുള്ള വൈദികരും ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ള സംഘമാണ് ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഇതര ക്രൈസ്തവ സഭകളിൽ നിന്നുള്ള ബിഷപ്പുമാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് പൊതുദർശനം പൂർത്തിയാക്കി ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ കൺവെൻഷൻ സെന്ററിൽ നിന്ന് വിലാപയാത്രയായാണ് മാർ അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ മെത്രോപൊലിത്തയുടെ ഭൗതിക ശരീരം സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിലേക്ക് എത്തിച്ചത്. അതിനുശേഷമുള്ള പ്രാർത്ഥന ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെ കൺവെൻഷൻ സെന്ററിലെ പൊതുദർശനത്തിന് ഉള്ള അവസരത്തിൽ മന്ത്രി വീണ ജോർജും മുഖ്യമന്ത്രിക്ക് വേണ്ടി ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണ ഉൾപ്പെടെയുള്ളവർ പുഷ്പചക്രം അർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം 7ാം ഘട്ട ശുശ്രൂഷ പൂർത്തിയാക്കും. അതിനുശേഷം ഔദ്യോഗിക ബഹുമതികൾ സർക്കാരിന് നൽകി. അതിനുശേഷമാണ് വിലാപയാത്ര ആയിട്ട് സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിലേക്ക് എത്തിയത്. ഇന്നലെ എന്ന പോലെ തന്നെ ഇന്നും 10,000ങ്ങളാണ് ബിലീവേഴ്സ് ചർച്ചിന്റെ പരമാധ്യക്ഷനായിരിക്കുന്ന മെത്രോപൊലിത്തയെ അവസാനം ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഈ സഭാസ്ഥാനമായ കുറ്റപ്പുഴയിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇന്നലെയും തുടങ്ങിയ പൊതുദർശനത്തിൽ രാത്രിയും ഏറെ വൈകിയും ധാരാളം ആളുകൾ സമൂഹത്തിന്റെ വിവിധ തുറയിലുള്ളവർ എത്തിച്ചേർന്നിരുന്നു. അത്രമേൽ സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഈ നാനാതുറയിലുള്ള വ്യക്തിത്വങ്ങളെ സംബന്ധിച്ചോളം. ഇന്ത്യക്ക് പുറത്തുനിന്ന് ശ്രീലങ്കയിലെ ജനപ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന ശ്രീലങ്കൻ പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും അനുശോചന കുറിപ്പ് ഈ പൊതുദർശന വേദിയിൽ വായിച്ചിരുന്നു. അതുപോലെ അമേരിക്കൻ സർക്കാരിന് ഉൾപ്പെടെ പ്രതിനിധിച്ചുകൊണ്ടും പുഷ്പചക്രം അർപ്പിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന്റെ ജന്മദേശമായ തിരുവല്ലയിൽ തന്നെ അന്ത്യവിശ്രമത്തിനുള്ള അവസരമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. 1 മണിയോട് കൂടി തന്നെ ഖബറടക്ക ശുശ്രൂഷകൾ പൂർത്തിയാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.